അത് ഞങ്ങളെ ഫ്രണ്ടിൻ്റെ മാരേജാണേ. അപ്പോൾ വഴി അറിഞ്ഞൂടെങ്കിലും ഞങ്ങൾ തപ്പിപ്പിടിച്ച് പള്ളിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ വെഡ്ഡിങ്ങും ആളുടെ കുഞ്ഞിൻ്റെ മാമോദീസയും കൂടെ ഒരു ദിവസമായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്തിന് അവിടെ എത്തിയത് കാരണം മാമോദീസ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കല്യാണം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗൈസ്, ഇന്ന് എൻ്റെ കൊച്ചിൻ്റെ കല്യാണമാണ്. ആളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ മാരേജ് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ആദ്യം ചാടിപ്പോയി കെട്ടിയപ്പോൾ എന്നെ വിളിച്ചില്ല ഗൈസ്. എന്തായാലും ഇപ്പോൾ വിളിച്ചിട്ടുണ്ടേ. ഇതുകൊണ്ടടാ അടുത്ത ആളുടെ അമ്മായിയമ്മയും അമ്മായിച്ചനും കല്യാണം കഴിക്കുന്നു. ഒരു കല്യാണം കാണാൻ വന്നാൽ ഞങ്ങൾ 2 കല്യാണം കണ്ടിട്ടുണ്ടായിരുന്നേ. അടുത്ത് കെട്ടാനുള്ള മുതിക്കലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവരെ കല്യാണമൊക്കെ നമുക്ക് വ്ളോഗാക്കാവേ. ഈ നിബിളും കൊണ്ട് കിടക്കുന്ന ആളാരെന്ന് അറിയണ്ടേ. ഇന്നത്തെ വെഡ്ഡിങ് ഗേളിൻ്റെയും ബോയുടെയും ബേബിയാണേ. അപ്പോൾ ഇവരെ ഫോട്ടോഷൂട്ട് നോക്കിക്കൊണ്ടുവന്നേ. അപ്പോൾ ആൾ ഞങ്ങളെ കണ്ടപ്പോൾ എക്സ്പ്രഷനാണ് ഇത്. പിന്നെ കുറേ നേരം അവർ ഫോട്ടോ എടുക്കണയൊക്കെ നോക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ 2 മുതുക്കികൾ ഒറ്റയ്ക്ക് ഇന്ന് ഫോട്ടോ എടുക്കണേ. പിന്നെ ഞങ്ങൾ പറഞ്ഞത് കാരണം ഞങ്ങളെ കൂടെ ഫോട്ടോയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഫാമിലി ഫോട്ടോ എടുക്കുന്നതൊക്കെ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവരെ കപ്പിൾ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് ഒരു കണക്കിന് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കരച്ചിലായിരുന്നേ. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുത്തെ കാറിൽ അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ കൂടെ +1 +2 പഠിച്ചതാണ്. അപ്പോൾ 3 വർഷമായെങ്കിലും ഇപ്പോഴും പഴയ ആ ഒരു വൈബെല്ലാം ഉണ്ട്. ഇവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പിന്നെ അവിടെ ഞങ്ങൾ കാറിൽ അവരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. പിന്നെ അവിടുന്ന് വീട്ടിൽ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ അലുവ തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്ത ഫോട്ടോഷൂട്ടിന് ആൾ ഒരുങ്ങണ രംഗങ്ങളാണ് കഴിച്ചത്. ദാണ്ടടാ അവിടെ നിന്ന് പൂ തിന്നുന്നു. പിന്നെ ഇത് പൂ തിന്നുന്ന കണ്ടിട്ട് അപ്പം തന്നെ ഞങ്ങൾക്ക് ബിരിയാണി തന്നിട്ടുണ്ടായിരുന്നേ. എന്തായാലും അവൾ പൂ തിന്നുകൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു. നമുക്ക് ബിരിയാണിയെങ്കിലും കിട്ടി. എന്തായാലും അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആളുടെ ഫാദറിൻലോ തന്നെ ഞങ്ങളെ സ്റ്റോപ്പിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇവളേതോ സോമാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അത് ആരെന്നറിയത്തില്ല. എന്തായാലും ഏതോ സോമണ്ണനാണ് വിളിച്ചത്. ആരോ നമ്പർ മാറി വിളിച്ചായിരുന്നേ. ഞങ്ങൾ കാര്യമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വോയിസ് എനിക്കിതിൽ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം കാറിൽ മ്യൂസിക് ഇട്ടിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് വന്നിട്ട് കോപ്പിറൈറ്റ് വരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എൻ്റെ ഫ്രണ്ടിന് കല്യാണത്തിന് മുന്നേ ബേബി ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കല്യാണം മുന്നേ കഴിഞ്ഞതാണ്. ഇപ്പോൾ ബേബിയുടെ മാമോദീസ ആയതുകൊണ്ട് പള്ളിയിൽ വെച്ച് ജസ്റ്റ് ഒരു മാരേജ് പോലെ എടുത്തതേ ഉള്ളൂ. ആളുടെ സോമണ്ണൻ്റെ കഥയൊക്കെ പറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. പൂവാറ് ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലാണ്. ആൾ എനിക്ക് വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു കടയിൽ കയറി ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നേ. ആൾക്ക് വീഡിയോയിൽ വരണമെന്ന് ഇഷ്ടമില്ല. പിന്നെ ഞാൻ നിർബന്ധിപ്പിച്ച് എൻ്റെ വീഡിയോയിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ലൈം കുടിക്കുന്ന കട അടിപൊളി നല്ല കിട്ടിലൊരു കടയായിരുന്നു. എന്തായാലും നല്ലൊരു ലൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൈമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ എല്ലാവരും കൂടെ കാട്ടാക്കട ബസ്സിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബസ് കിട്ടിയിരിക്കുകയാണ്, കാട്ടാക്കട ബസ്. അപ്പോൾ നമ്മൾ പോവുകയാണ്. ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.